ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ ചെലവില് എന്റെ അനിയന്റെ ഭാര്യയ്ക്ക് TV കാഴ്ച ഒരുക്കാൻ എനിക്ക് സൗകര്യപ്പെടില്ല. അതിന്റെ പേരിലുണ്ടാവുന്ന അനുഭവങ്ങളൊക്കെ ഞാൻ അങ്ങ് അനുഭവിച്ച് തീർത്തോളാം. പട്ടത്തിന്റെ ചരട് കയ്യിന്ന് പോയി. പട്ടൻ ടെറസിൽ ഉടക്കുകയും ചെയ്തു. അപ്പച്ചിയുടെ പ്രാക്കുണ്ടായിരിക്കും. എന്നാ ഓക്കെ. എന്നാ ചെല്ല. എന്താ ചേച്ചി? ആരാണെങ്കിലും ചില മാനേഴ്സ് ഒക്കെ കാണിക്കണം. ഞാൻ കണ്ടുകൊണ്ടിരുന്ന TV എന്റെ അനുവാദം ഇല്ലാതെ ഓഫ് ചെയ്തത് മര്യാദ കേടാ. ഇവിടെ കറണ്ട് ചാർജിന്റെ പകുതി കൊടുക്കുന്നതേ ഞാനാ. ഇവിടെ എനിക്കായിട്ട് സെപ്പറേറ്റ് മീറ്റർ ഒന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് കറണ്ട് ആരനാവശ്യമായിട്ട് ചെലവാക്കിയാലും അതിന്റെ പകുതി പണം എന്റെ പോക്കറ്റിൽ നിന്ന് പോവും. അത് നടക്കില്ല. ഒരു കാര്യം ചെയ്യ്, ഇവിടെ മൊത്തത്തിൽ ചെലവാക്കുന്ന കറണ്ട് ചാർജിന്റെ 1/3 ഭാഗം മനോജ് തരട്ടെ. അതാദ്യം നിബന്ധന വെച്ചിട്ട് പിന്നെ എന്ത് വേണേലായിക്കോ. കറണ്ട് ചാർജ് മാത്രമല്ല, വെള്ളത്തിന്റെയും കേബിളിന്റെയും എല്ലാത്തിന്റെയും പകുതി കൊടുക്കുന്നതേ ഈ ഞാനാ.
നിങ്ങളുടെ മുറിയിൽ ഉപയോഗിക്കുന്ന ഫാനിന്റെയും ബൾബിന്റെയും പിന്നെ അയൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെയും അതിന്റെ ബില്ലിന്റെ നേർപകുതിയും എന്റെ പണം കൂടിയാ. അതെങ്ങനെയാ? ജോലിയും കൂലിയില്ലാണ്ട് തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നവൻ പണം എവിടെ നിന്ന് തരാനാ? പ്രകാശ, ആ, നീ ഈ കാണിക്കുന്നതൊക്കെ ശുദ്ധ തെമ്മാടിത്ത. കൈ കുറെ പണം ഉണ്ടെന്ന് കരുതി ഇത്രയും ധിക്കാരം പാടില്ല. അങ്ങനെ ധിക്കരിച്ചവരൊക്കെ അതിന്റെ ഫലം അനുഭവിച്ചിട്ടുമുണ്ട്. എന്റെ ചെലവില് എന്റെ അനിയന്റെ ഭാര്യയ്ക്ക് TV കാഴ്ച ഒരുക്കാൻ എനിക്ക് സൗകര്യപ്പെടില്ല. അതിന്റെ പേരിലുണ്ടാവുന്ന അനുഭവങ്ങളൊക്കെ ഞാൻ അങ്ങ് അനുഭവിച്ച് തീർത്തോളാം. പ്രകാശേട്ടാ, ഇനിയെങ്കിലും ഒന്ന് അടങ്ങ്. ഒരു കുടുംബമാകുമ്പോ ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറാകേണ്ടി വരും. പലതും കണ്ടില്ല കേട്ടില്ല എന്ന് ഭാവിക്കേണ്ടി വരും. നിർത്തണി. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ വളർന്നു വന്നവളുടെ ഉപദേശം. എന്റെ പണം ചെലവാക്കിയിട്ടുള്ള ആഹാരമോ ആഡംബരമോ അർഹതയില്ലാത്തവർ ആരും അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കേട്ടോ? എടാ, കുടുംബത്തിൽ നിന്ന് സമാധാനക്കേട് ഉണ്ടാക്കിയാലേ നിനക്ക് തൃപ്തിയാകും അല്ലേ? കുടുംബം തൊലയ്ക്കാനാണോ നിന്റെ ഉദ്ദേശം? കുടുംബം തൊലയ്ക്കാനുള്ള വഴി തുറന്നിട്ടതേ നിങ്ങൾ രണ്ടുപേരുവാ. മക്കളായ ഞങ്ങൾ 5 പേർക്കും തുല്യമായി അവകാശപ്പെട്ട പണം ഒരു തെമ്മാടിക്ക് മാത്രം നശിപ്പിക്കാൻ എറിഞ്ഞുകൊടുത്തത് അച്ഛനല്ലേ? അതിന് കൂട്ടുന്നത് അമ്മയും. ഈ കുടുംബത്തിന്റെ താളം അവിടെ മുതൽ തെറ്റി. കൊട്ടാ